90% ആൾക്കാരും സ്കിന്നിൽ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലെ. നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ബെനിഫിറ്റ്സിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ സ്കിന്നിന് വേഴ്സ് ആക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി അതിന് അനുയോജ്യമായിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ എഫക്ട് ലഭിക്കുകയുള്ളൂ. നമ്മൾ സ്കിൻ ടൈപ്പ് പറയുന്നത് ഡ്രൈ, ഓയിലി, കോമ്പിനേഷൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ എന്നാണ്. ഇതില് ഡ്രൈ സ്കിൻ ഉള്ളവര് എപ്പോഴും ഒരു തിക്ക് ക്രീമി മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മോയ്സ്ചറൈസറിൽ നിങ്ങൾ ഹയലുറോണിക് ആസിഡ്, സെറാമൈഡ്സ്, ഷിയ ബട്ടർ പോലെയുള്ള ഫോർമുലാസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇനി ഓയിലി സ്കിൻ ആണെങ്കിൽ എപ്പോഴും ഓയിൽ ഫ്രീ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ലോഷൻസ് അല്ലെങ്കിൽ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇതിലും നിങ്ങൾ കണ്ടന്റ് പരിശോധിക്കുമ്പോൾ നിയാസിനമൈഡ്, ഹയലുറോണിക് ആസിഡ് പോലെയുള്ള കണ്ടന്റ് അതിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നിയാസിനമൈഡ് നമ്മുടെ സ്കിന്നിലെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ്. ഓയിലി സ്കിൻ പോലെ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവരും എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലോഷൻ ഓർ ജെൽ ടൈപ്പ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ എപ്പോഴും ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം യൂസ് ചെയ്യാൻ. അതിൽ ഫോർമുല പരിശോധിക്കുകയാണെങ്കിൽ സെറാമൈഡ്, ഗ്ലിസറിൻ പോലത്തെ സ്കിൻ സൂത്തിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് ഒരു ബോണസ് ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ. ഈ മോയ്സ്ചറൈസർ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടത് ഡാംപ് സ്കിന്നിലായിരിക്കണം. വിച്ച് മീൻസ് ഓൾറെഡി മോയ്സ്ചർ ഉള്ള സ്കിന്നിൽ വേണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ. ജസ്റ്റ് സ്കിൻ ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് പാറ്റ് ഡ്രൈ ചെയ്തതിന് ശേഷം ആ ജസ്റ്റ് ഒരു മോയ്സ്റ്റ് ആയിട്ടുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഒരു സ്പോഞ്ച് ലൈക്ക് അത് ആക്ട് ചെയ്യും. ഈ സ്പോഞ്ച് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈസിലി ആ ഒരു പ്രൊഡക്റ്റ് അതിലേക്ക് ഇൻസൈഡ് ലെയറിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, സോ ഞാനിവിടെ മെൻഷൻ ചെയ്ത ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കിൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ഏതാണെന്ന് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ സ്കിൻ ടൈപ്പിനെ കുറിച്ച് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ സ്കിൻ ടൈപ്പ് എന്ന് ഈ വീഡിയോക്ക് കമന്റ് ചെയ്താൽ ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം.